ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, അതേണ്ട ഈ ഒരു മീൻ നമ്മുടെ ഇവിടെ ഉണ്ണിമേരി എന്നാണ് പറയുന്നത് കേട്ടോ. വേറെ സ്ഥലങ്ങളിൽ എന്താ പറയുന്നത് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഇവിടെ ഉണ്ണിമേരിയാണ് കിട്ടിയേക്ക്. നമുക്കിതിനെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി തേണ്ട ഇതുപോലെ ഞുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇത് പിഴുപുളിയാണ്. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ മുളക് കറിയല്ല വെക്കുന്നത്, തേങ്ങ വറുത്തരച്ച കറിയാണ്. അപ്പം എന്നിട്ട് ഇതുപോലെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടാകുമ്പോൾ നമ്മുടെ ഈ തേങ്ങ നല്ലതുപോലെ പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് വറവായി കിട്ടും കേട്ടോ. ഒരുപാട് സമയം എടുക്കണ്ട. എന്നിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളിയും കറിവേപ്പിലയും തേങ്ങയും ആ എണ്ണയ്ക്കകത്തിട്ട് നല്ല പോലെ തീ കുറച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കണേ. അതായത് തീ കൂട്ടിയിട്ട് കരിച്ചെടുക്കരുത്, തീ കുറച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുറച്ച് സമയമെടുത്ത് നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ച് മീൻകറി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നറിയാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തേങ്ങ വറവായില്ല. ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ തേങ്ങ റെഡിയായി കിട്ടുമ്പം അതിനകത്തോട്ട് നമ്മുടെ പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ പൊടിയുടെ മണമല്ല, പച്ച മണമെല്ലാം ഒന്ന് മാറിയെടുത്തിട്ട് നമ്മളൊന്ന് തണുക്കാൻ വെക്കണേ. തണുക്കാൻ വെച്ചതിന് ശേഷമേ നമ്മുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കാവുള്ളൂ. അത് കഴിഞ്ഞ് വേണ്ട അരച്ച് ഇതുപോലെ മീനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് കഴുകിയ നമ്മുടെ ജാറ് കഴുകിയ വെള്ളവും പുളിവെള്ളവും നമ്മൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ല പോലെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. തോട്ടുപുളി ഇട്ട് വെക്കുന്നവർക്ക് അതും ഇടാം, അതായത് കുടംപുളി. ഇത് നമ്മളിന്ന് പിഴുപുളിയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ച് നല്ല പോലെ ഇതുപോലെ തിളച്ച് വരുമ്പം ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്താലുണ്ടല്ലോ ദാണ്ടെ ഇതുപോലെ കിട്ടും കേട്ടോ. ഈ ഒരു ലുക്കിലും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.